ഇന്ന് എനിക്ക് സംസാരിക്കാവുന്നത് ടീനേജേഴ്സിനോടാണ്. നിങ്ങളോട് ഒരാൾ മോശമായി പെരുമാറുകയോ ശരീരത്തിൽ അനാവശ്യമായി തൊടാൻ ട്രൈ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വെർബൽ, ഫിസിക്കൽ, ഇമോഷണൽ അബ്യൂസിന് വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഇഡിയംസിന്റെ രൂപത്തിൽ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് കാര്യമാണ് സ്റ്റാൻഡ് വൺസ് ഗ്രൗണ്ട്. ദാറ്റ് മീൻസ് സ്റ്റേ ഫേം ആൻഡ് നോട്ട് ഗിവ് അപ്പ്. അവർ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയുക, നീ ചെയ്യുന്നത് തെറ്റാണ്, ഞാനിത് അനുവദിക്കുന്നതല്ല എന്ന് സ്ട്രോങ് ആയിട്ട് ധൈര്യമായിട്ട് പറയുക. അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത്. മനസ്സിലായോ? ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നെക്സ്റ്റ്, സ്പീക്ക് അപ്പ്. ദാറ്റ് മീൻസ് എക്സ്പ്രസ് യുവർ തോട്ട്സ്, ഫീലിങ്സ്, കൺസേൺസ് ക്ലിയർലി ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റേയിങ് സൈലൻറ്റ്. സൈലൻ്റ് ആയിട്ടിരിക്കാതെ നിങ്ങളുടെ കാര്യം നിങ്ങൾ തുറന്ന് പറയുക. നിങ്ങൾ 1/2 മിനിറ്റോ 1 മിനിറ്റോ പോലും വൈകാതെ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനോ പാരൻസിനോ അന്ന് തന്നെ അറിയിക്കുക. മറ്റുള്ളവരെ കൊലക്കത്തിക്ക് ഇരയാവാൻ നിങ്ങൾ അങ്ങനെ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡ്രോ ദ ലൈൻ. ഏത് റിലേഷൻഷിപ്പുകളിലും നമ്മളൊരു ക്ലിയർലി സെറ്റ് ലിമിറ്റ്സ് ആൻഡ് സേ ദാറ്റ് സർട്ടൺ ബിഹേവിയർ ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. എന്നോട് ഈ മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ കട്ട് ചെയ്ത് കളയും. ഒരു ഫ്രണ്ട് പോയി 1000 ഫ്രണ്ട്സ് വരും. മോശമായിട്ട് പെരുമാറുന്ന ഫ്രണ്ട്സിനോട് പോയി പണി നോക്കാൻ പറയണം. മനസ്സിലായോ? ഇത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. കാരണം നിങ്ങൾ നല്ല സ്ട്രോങ് ആയി നിൽക്കും തോറും നിങ്ങളോട് ഒരാളും മോശമായിട്ട് പെരുമാറാൻ വരില്ല. ഇപ്പം 3 ഇഡിയംസ് നമ്മൾ ഇതോടൊപ്പം പഠിക്കുക കൂടി ചെയ്തു. ഒന്നാമത്തെ സ്റ്റാൻഡ് വൺസ് ഗ്രൗണ്ട്, 2 സ്പീക്ക് അപ്പ് ആൻഡ് ദെൻ ഡ്രോ ദ ലൈൻ. വളരെ ഹാപ്പി ആയിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക. തെറ്റുകൾ ചെയ്യുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൺകുട്ടികളോട് നിങ്ങളുടെ ലൈഫ്, സ്കൂൾ ലൈഫ് കഴിഞ്ഞ് കോളേജ് ലൈഫ് കഴിഞ്ഞ് ഒരു ഫാമിലി ലൈഫ്, അത് ഒരു ജോബ്, ഫസ്റ്റ് ജോബ് കിട്ടുക, അതിൻ്റെ ശമ്പളം നിങ്ങളുടെ പാരൻസിന് കൊടുക്കുക, അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങൾ അനുഭവിക്കാനുള്ള ആളുകളാണ്. നിങ്ങൾ ഈ ടീനേജിൽ അല്ലെങ്കിൽ ചെറുപ്പ കാലഘട്ടങ്ങളിൽ തന്നെ ജയിലിൽ ചെന്ന് കിടന്ന് ലൈഫ് കളയേണ്ട കാര്യമില്ല. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം എല്ലാവരും ജീവിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ അറിവുകളുണ്ട്, അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുക. താങ്ക്